എന്നാ കൊണ്ടുപോയി തിന്നെ. എന്തെന്നാ നീ കാണിക്കണ? നീ എന്താ പത്രം കണ്ടില്ലേ? അല്ലട ഉണ്ണി എന്തിനുള്ള ആ കാല് വെക്കാൻ ഭയങ്കര സെറ്റപ്പാണല്ലോ. സത്യട്ടാ ഇങ്ങോട്ട് നോക്കിയാ. ആ തുകിയത് പിന്നെ കെട്ടി തൂക്കിയാ. എന്നാ പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് സൈഡിൽ വെക്കടാ, നന്നായിരിക്കും. ആ ഗുണം ചെയ്യുവാ. പിന്നെ ഉണ്ടായിരിക്കാ ഭ്രാന്തന അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. അല്ല, നിന്നെ നല്ല ഉച്ചക്കേഷം കണ്ടിട്ടില്ലല്ലോ. നല്ല കളയരുതല്ലേ? ഇന്നലെ നമ്മുടെ KCB വേണിട്ട് ലോർസിയറ് മൂപ്പര് വന്ന് ചാടി നേരെ ബാറിലേക്ക് വിളിച്ചു. ഒരു 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റിംഗ് ചാർജ് തന്നു കേട്ടോ. പിന്നെ ഒരു 2.5 പെഗ് തന്നു. പിന്നെ തല പൊന്തിയില്ല. പിന്നെ വീട്ടിൽ പോയി കിടന്നു, വണ്ടി എടുത്തില്ല. 2 പെഗ് അടിച്ചപ്പോഴേക്കും തല പൊന്താതായി. പിന്നെ എന്റെ സ്ഥിരം കോട്ടില്ലേ, അത് ഒഴിവാക്കാൻ പറ്റുമോ? നിനക്ക് ഇനിയിപ്പോ വെയിറ്റിംഗ് ചാർജ് തന്നാലും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആകെ ഓടുന്നതിന് വേണ്ടിട്ടല്ലേ, അത് കിട്ടിയാൽ മതിയല്ലോ. എനിക്ക് ഇന്നലെ നല്ല ഗുണമുണ്ടായി. ബസ് ഇറങ്ങിയിട്ട് എന്റെ റിക്ഷയുടെ മുമ്പിലേക്ക് വന്നു. കാണുമ്പോ എന്നെ മനസ്സിലായി പുതിയ ആളാന്ന്. എന്നോട് പറഞ്ഞു വടക്കുംപാട് ഓടുന്നു. ഞാൻ തക്കമുറി പടിഞ്ഞാറ് ഭാഗം മൊത്തം ചുറ്റിട്ട് വടക്കുംപാട് ഉണ്ടാക്കി. 300 റുപ്യ കിട്ടി. അല്ലെങ്കിൽ 50 റുപ്യന്റെ ദൂരം. എന്തൊരു മനുഷ്യനാടാ നീ. എന്തേ ഈ 50 റുപ്യക്ക് വേണ്ടിയിട്ട് ഈ 100-300 റുപ്യൊക്കെ ആളുകളടുത്ത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. വെറുതെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചിട്ട് നാട്ടുകാർ ഓരോന്ന് പറയുന്നു. ഒരു 250 റുപ്യ മേടിക്കണം, 50 നീ മേടിച്ചാൽ മതിയായി. 250 100 റുപ്യൊക്കെ വാങ്ങിയാൽ തന്നെ ധാരാളല്ലേ. പിന്നെ നമ്മള് ചോദിച്ചു അവര് എന്നാലൊരു മര്യാദ വേണ്ടോ, അതാ ഞാൻ പറയുന്നത്. 100 റുപ്യൊക്കെ വാങ്ങും, അത് കുഴപ്പമില്ല. ഇങ്ങനെ കൊള്ളാം. ചായ വിളിച്ചോണ്ടി നീ ചായ വിളിച്ചിട്ട് കഴിച്ചില്ല. നിന്റെ വാട കിട്ടിട്ട് കഴിക്കാതിരിക്കുക. പത്തിട്ട് ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയത് കിട്ടുന്നു. വണ്ടിക്കാണ് നീ പോണ്ട. പിന്നെ ഞാൻ പോണ്ടേ? അല്ല ഞാൻ പോവാ. പിന്നെ ഞാനല്ല ഫസ്റ്റ്. എങ്ങടാ? ഒന്ന് ചാപ്പാങ്കുഴി വരെ. എവിടേക്ക്? ചാപ്പാങ്കുഴിയില്. ചാപ്പാങ്കുഴി പോല റോഡ് മുഴുവൻ ഗട്ടറും ഉണ്ടാക്കണേ. സ്ലോവില് കൊണ്ടുവരും. ആ പതുക്കനെ പോയാ മതി. അതാ പ്രശ്നം. ക്ലച്ചില്ല, സ്ലോ റണ്ണിങ് ഇല്ല. അതാ കേടാണെന്ന്. അതെ അതെ. എന്നാ അതില് പോവാം. അതിലോട്ടോ അതിലോട്ടോ. ചേട്ടാ അതാവും പോണില്ലേ? പോകൂലെന്ന്. നിങ്ങള് കേറ്. അവനല്ലെങ്കിലേ ഭയങ്കര അഹങ്കാരിയ. നീങ്ങിയിരിക്കാ. എവിടേക്കാ ചേട്ടാ? ചാപ്പാങ്കുഴി. എവിടേക്ക്? ചാപ്പാങ്കുഴി. ചാപ്പാങ്കുഴി പോവില്ല മങ്ങളെ. ചാപ്പാങ്കുഴി പോവില്ല തന്നെ. ചേട്ടാ ഒന്ന് കൊണ്ടാക്കേട്ടാ. അതെ, 1 കിലോമീറ്റർ ദൂരെല്ലാം ഒരു നടന്നു പോയാ പോലെ. ചേട്ടാ അതല്ല, അച്ഛന് നടക്കാൻ പറ്റൂല. മുട്ടുവേന നെഞ്ചുവേനൊക്കെ ആയിട്ട് ഇപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് വന്ന വഴിയാ. അതെ, ഞങ്ങൾ 1.5 മണിക്കൂർ നേരമായിട്ട് അവർ ക്യൂല് നിൽക്കണം. ഏതെങ്കിലും ഒരു നല്ല ഓട്ടം കിട്ടുന്നു വിചാരിച്ചിട്ടാണ്. ഈ 25 റുപ്യക്ക് ഓടിയ മുതലാവില്ല. അതാണ് ചേട്ടാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയായിട്ടാ? ഞങ്ങളെ പോലുള്ളവർക്കും പോകണ്ടേട്ടാ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങനെ പിന്നെ വിളിച്ചാ. പിന്നെ ചേട്ടൻ എന്തിനാ വണ്ടി ഇവിടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേക്കണ? അത് തിരക്കിടില്ലല്ലോ. അതെന്ത് പരിപാടിയാണ്? എന്നാ പിന്നെ ചേട്ടൻ പോണ സ്ഥലമൊക്കെ ചില്ലിലോ. എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ വണ്ടി ഓടിക്കണത് അല്ലേ? അങ്ങനെ ഇഷ്ടത്തിന് ഓടിക്കാനാണെങ്കിൽ സ്ഥലം എഴുതി വെക്കുക, അപ്പൊ വരൂലല്ലോ. നിങ്ങൾ പിന്നെ വിളിച്ചോ. അത് പറഞ്ഞെന്താ മനസ്സിലാവാത്ത? പിന്നെ എന്തിനാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ? മതിയെന്നാ. അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ, സുഖമായിട്ട് നടക്കണ്ടല്ലോ. തന്നോട് ചോദിച്ചില്ല ഒന്നും. നടക്കണം. അയ്യോ, മേക്കിട്ടാറാൻ വരുന്നു. ചേട്ടാ 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 ഒന്ന് കൊണ്ടുപോകോ? മുത്തിന് സുഖമില്ല. കാറ്റ് പോയി. എന്ത്? എന്റെ മുത്ത് അതിന്റെ ഒരു കാറ്റ് പോയി. നോക്കണോ? വെറുതെ ദേഷ്യം കെട്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നിക്കാണോ? ബാച്ച ഒന്ന് ചാപ്പാങ്കുഴി പോണം. ചേട്ടാ ഒന്ന് ചാപ്പാങ്കുഴി ഒരു ഓട്ടം പോണോന്ന്. എവിടേക്കില്ലപ്പാ. ചേട്ടാ ഒന്ന് കൊണ്ട് വിട് ചേട്ടാ. കുഴിയിലേക്കും ഇല്ല, കുന്നിലേക്കും ഇല്ല. കൊറേ നേരമല്ലേ ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. ആര്? ഇത് വാട്സാപ്പേ. അങ്ങോട്ട് കറങ്ങണം ഇങ്ങോട്ട് കറങ്ങണം. ഇതൊന്നും ശരിയാവില്ല. ഇത് എന്ത് സാധനമാണ്? അതങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലോ, എങ്ങും എത്താൻ പോണില്ല. നാവള്ളാനാണല്ലോ. ചേട്ടാ ഒന്ന് കൊണ്ടാക്കേട്ടാ. എനിക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് താനിവിടെ വണ്ടി കൊണ്ടുവന്നിട്ടേക്കണം? അത് എന്റെ സൗകര്യം. വണ്ടി എവിടെ ഇടണോ, വണ്ടിക്കകത്തിരിക്കണോ, വരണ പോണെന്ന് ഞാൻ തീരുമാനിക്കും. നിനക്ക് വേറെ വണ്ടി വിളിച്ച് പോകാൻ നോക്ക്. ചേട്ടാ ഒരു ഓട്ടം പോകാനല്ലേ വിളിക്കണ? ഇപ്പൊ ഓട്ടം പോവാൻ പറ്റില്ല. പറ്റിയ മൂഡിലല്ല ഞാന്. മോളെ, ഇതിന്റെയൊക്കെ കാല് പിടിക്കുന്നതിനേക്കാളും നമ്മുടെ കാലുകൊണ്ട് നമുക്ക് അങ്ങ് നടക്കാം. മുതിർന്ന ആൾക്കാർ പറയണ അനുസരിക്കാൻ നോക്ക്. അയ്യോ ഇങ്ങോട്ട് നോക്കണ്ട, അതിൽ തന്നെ നോക്കിയിരിക്കും. ഇവിടെ ചുറ്റിച്ചോണ്ടിരിക്കുമ്പോ വേറെ ചുറ്റിക്കാനായിട്ട് വരണത്.
വയ്യച്ചാ നെഞ്ചൊക്കെ വല്ലാത്ത വേദന ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നടക്കണ്ടെന്ന്. പിന്നെ വണ്ടിക്കാരിങ്ങനെ ആയി നമ്മൾ പിന്നെ എന്ത് ചെയ്യും? എന്തുകൊണ്ട് എന്താ കാര്യം? വല്ല വണ്ടി ഒരു ഓട്ടമുണ്ട്, ഞാൻ നോക്കട്ടെ. അവിടെ പോണാ ചേട്ടാ ഒന്ന് ചാപ്പാങ്കുഴിയിലാക്കി തരുമോ? ശരിക്കും കൊണ്ടുപോവോ? വഴിയിലിറക്കി വിടുവോ? കേറ്. നീങ്ങിരിക്ക. ആ ആ പ്രശ്നത്തോട് പാലം വരെ ഒന്ന് കോട്ട കുത്തിയേ. ആളില്ലേ? ആ അസ്സലാമലൈക്കും. അതെ നിങ്ങളെങ്ങടാ പോണേ? എങ്ങടാ പോണേ? ആരെ എന്താ നിങ്ങളവിടെ നിങ്ങൾ ആ ചെവിയിലാന്ന് എടുക്ക്. ആ എന്തേ നിങ്ങൾ എങ്ങോട്ടും പോവാണോ? ഞാൻ അവിടേക്ക് പോകണ്ട. എന്തേ? അല്ല എന്നൊക്കെ പോണോ? നിങ്ങൾ അങ്ങോട്ട് ഇരിക്കി. എവിടെ? ഇത് പ്രശ്നത്തോട് പാലം വരെ. ആ ഓട്ടം പോകാനാണോ? ആ അത് മുമ്പേ കിടക്കണ വണ്ടിയാണ് പോണേ. അത് പോലേ? അത് ശരി. എനിക്കിപ്പോ സിനിമ ഒന്നുമില്ലേ? സിനിമ ഒന്നുമില്ല എനിക്കിപ്പോ. ഞാൻ ഓട്ടോക്കാരനുണ്ണി. ആ രജനിയാന്നല്ല അല്ലേ? അതെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടല്ലോ. ഞാൻ അത് ശരി. ആ എനിക്കേ ഭക്ഷണത്തോട് പാലം വരെ ഒന്ന് പോണല്ലേ? മുമ്പിൽ തോട്ടേ പോലും ഇത് പോരാ. എന്നാ പിന്നെ എന്തിനാ ഇവിടെ ഇട്ടേക്കണ? ഈ ആ മണത്തിലെ നേരത്തെ അവിടെ കൊണ്ടുപോയിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വെറുതെ അലങ്കരിച്ച് നിർത്തിയിട്ടെന്താ കാര്യം? എന്താ ചൂട്! ഭയങ്കര ചൂടാ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അതെ. എന്നാ പോവാ. ഞാനില്ല. എന്തെന്ന് പോവൂലേ? ഇത് പോവൂല. അല്ല ഇന്നെ ആ പ്രശ്നത്തോട് പാലം വരെ ഒന്നും ആക്കിയാണ്ട് പോയാ. നിങ്ങൾ എങ്ങോട്ട് പോകാ? ഞാൻ ആശുപത്രിയിൽ പോയതാണ്. എന്റെ ഭാര്യ കിടക്കുന്നുണ്ട് അവിടെ. ശരി. അപ്പൊ വലിയ ആശുപത്രിയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ അവിടുന്ന് താലൂക്ക് ആശുപത്രിന്നേ. അങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഇപ്പൊ മോളോടെ നിക്കണേ. അപ്പൊ ചോറുകൾ കൊണ്ടുവരാനൊക്കെ ഉച്ചാകുമ്പോഴത്തേക്കേ അത് കൊണ്ടുവരാനാ പോണ. പിന്നെ ഒന്ന് അങ്ങനെ ആക്കി തന്നാല് അത് ഇങ്ങോട്ട് കൊണ്ടുവരാനോ? വിളിച്ചോളൂ. മുമ്പിലുള്ള വണ്ടി വിളിച്ചോളൂ. ആ വണ്ടിക്കാരൻ പറഞ്ഞ് നിങ്ങളുടെ അവരുടെ മുമ്പിലുള്ള വിളിച്ചോളാൻ പറഞ്ഞു എന്നോട്. അതെ, ഒരു വണ്ടി കൂടി ഉണ്ട് മുമ്പിലേ. ആ അത് ശരി. അപ്പൊ ഇതിപ്പ ഇത് പോവില്ല. എന്തൊരടങ്ങറാ നോക്കിയ ഈ കാലുകൊണ്ട് വയ്യാത്ത ഞാൻ കാട്ടുന്ന ഓരോ പണികള്. വായന കഴിഞ്ഞ് വെച്ചെങ്കിൽ ഒരു വഴി വരെ പോവാർന്ന്. മുമ്പിലത്തെ വണ്ടി വിളിച്ചോളൂ. ഏത് മുമ്പിലത്തെ വണ്ടി? ഏത് വണ്ടി അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്നാ അതില് കയറി പോവാർന്നു. ആ എന്നെ പറഞ്ഞത് വേറെ വണ്ടിയില്ല. എങ്ങടാണ്? പശ്ചിമോട് പാലം വരെ. ആ ഉണ്ട്. എന്തിനാ വെറുതെ കയ്യിലുള്ള കാശ് കളയുന്നത്? ഇതണ്ട ആ തിരിവ് തിരിഞ്ഞ അവിടെ ബസ് സ്റ്റോപ്പാണ്. അവിടുന്ന് ബസ് കയറി പോയാ പോരെ? അതിന് വൈക്കൂച്ചിങ് ഇജ്ജ് പറഞ്ഞായിരുന്നോ? ഞാൻ അതിന് പോവില്ലേ? ഇതില് പോയാ ഇജ്ജ് എന്നെ കൊണ്ടാക്കുന്ന അങ്ങട്. അല്ല അതല്ലേ, എനിക്ക് വേറെ ഒരു മറ്റേ ഒരാള് വരണ്ട്, ഒരു ഓട്ടം വരണ്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വന്ന ഓട്ടം പോവേ. എന്നിട്ടല്ലേ വരാനുള്ള ഓട്ടം. ആദ്യം ഇവിടെ കൊണ്ടാക്കണോ ചങ്ങായി? അല്ല അയാളിപ്പോ വരും, ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓട്ടം പോകാൻ വേണ്ടിട്ട് നിക്കാം. ഇജ്ജ് ഇന്നെ കൊണ്ടാക്കും ഇപ്പൊ തൽക്കാലം. ഇതിപ്പോ ആദ്യം വന്ന ഓട്ടത്തല്ലേ എന്റെ മുമ്പില് ഓരോരുത്തർ പറഞ്ഞു മുമ്പിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു ചങ്ങായി ഇവിടെ മുമ്പിലത്തെ വണ്ടിയിൽ അങ്ങോട്ട് കയറി പോയിക്കോളാൻ. ഇതിപ്പോ പറ്റൂല പറഞ്ഞു. കൊണ്ടുവിട്ടോട് വയസ്സായാലേ ചെല്ലേ. സത്യമായിട്ട് ഒന്നാര മക്കളെ എന്റെ ഇവിടെ ആശുപത്രിയിലെ ആളുകൾക്ക് എന്റെ മോളോൾക്ക് പോയിട്ട് ചോറും കൂടെ ഉച്ചക്കും കൂടെ എത്തണം. നിങ്ങളുടെ കളിക്ക് വണ്ടി എടുക്കുന്നേ. വണ്ടി എടുത്ത ചങ്ങായി വണ്ടി എടുക്ക്. ഇത് അങ്ങനെ അങ്ങോട്ട് പൂല പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ വണ്ടി അങ്ങനെ പോവും. ചെല്ലേ. ഓട്ടെ. എത്രയാ? 10 രൂപ. 10? ആ ഞാൻ റിട്ടേൺ വന്നതാണ്. ഞാനൊരു ഓട്ടം പോയിട്ട് റിട്ടേൺ വന്നായിരുന്നു. 10 രൂപ മതി. അല്ല എന്നാലും ഇവിടം വരെ വന്നതിന് 10 രൂപ മതിയാ? അത് സാരല്ല, റിട്ടേൺ അല്ലേ.
എന്റെ ചേട്ടാ ഒന്നും പറയണ്ട, ഞാൻ ദേ ആ അച്ഛനെ കൊണ്ടുവന്ന് ആശുപത്രി പോയതാണേ. അത് ശരിയാ. അവിടെ ആ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ, അവിടെ എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു, ആരും വന്നില്ല. അത് ഈ റോഡ് മോശമായി കിടക്കണോണ്ടാണ്, ഇങ്ങോട്ട് വിളിച്ചാ വരൂല ആരും. അതുകൊണ്ടൊന്നുമല്ല, അപ്പൊ ഇപ്പൊ ചേട്ടൻ വന്നതാ. അതെന്റെ ജോലി അതല്ലേ. അതുപോലെ അവരുടെ ജോലി അതല്ലേ ചേട്ടാ. ഇറങ്ങാൻ പ്രയാസം ഉണ്ടാ? ചെറുതായിട്ടുണ്ട്. ആണോ, പിടിച്ചുതരാം. പതുക്കെ ഇറങ്ങട്ടാ. പതുക്കെ. അത് വെച്ചോ, അത് വെച്ചോ. ഇല്ല സാറില്ല, ഇല്ല ഇല്ല. ഏയ് ചേട്ടാ ബാക്കി വേണ്ട. എന്നാ, 10 വെച്ചോ, 10 വെച്ചോ. അല്ല വേണ്ട. വേണ്ട വേണ്ട. പറയട്ടെ. ഞാൻ പണിയെടുത്തതിനുള്ള കൂലി എനിക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഉണ്ട്, എന്നെ വിളിച്ചോ. ഞാൻ ഈ പള്ളിക്കവലയില കിടക്കണം കേട്ടാ. ശരി എന്നാ. ഒറ്റക്കെട്ടായി നേരിട്ട മഹാപ്രളയത്തിന് ശേഷം വീണ്ടും ഒരു ദുരിത മഴ കൂടി എത്തിയിരിക്കുന്നു. ഒരുപാട് പേരാണ് ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഹലോ, ആ ഞങ്ങള് ക്യാമ്പിലാടാ. ഇല്ല, ഞാനും മണ്ടും ക്യാമ്പിലുണ്ട്. അമ്മേനെയും മക്കളെയും പെങ്ങളുടെ വീട്ടിലാക്കി. പിന്നെ അവിടെ നിന്ന് ഓരോരുത്തരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഞ്ചി വന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇല്ല ഇല്ല, ഇവിടെ കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. അത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടുന്ന് പോകുള്ളൂ. കഴിഞ്ഞ ഓണത്തിന് ഇവിടുന്ന് സദ്യ കൊണ്ടാ പോയത്. ഇപ്പൊ നേരത്തെ വന്നോണ്ട് ഇപ്പൊ ഇത്തവണ എങ്ങനെ ആവുന്നാവോ. ആ എന്തായാലും ഉണ്ടേ വിളിക്കാം. കൊടുക്കണ മണ്ടുവിന് കൊടുക്കണ വേണ്ടേ? ആ ഹലോ, ആ പിന്നെ ഇങ്ങനെ ഇരുന്നോ ഇരുന്നോ. ഇരിക്കാനാ? ആ ഇനി ഇങ്ങനെ എനിക്ക് കിടക്കണം. എന്റെ പൊന്നു വന്നപ്പോ തന്നെ കഴിക്കാണല്ലോ. കിടന്നോ കിടന്നോ. അത് വിരിക്കവിടാ. ഇരിക്കാനാ? ആ അത് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. വീട്ടിൽ കൊണ്ടുപോകാൻ വേറെ തരും. ഇത് സിമന്റ് തന്നെയാണ്. അപ്പൊ അതും കൊണ്ടുപോയിക്കോളാം. അതും കൊണ്ടുപോയിക്കോളാം. വിരിച്ച് കിടക്ക് വല്ലോം വന്നിട്ട് വേണം. ഒന്നാമത്തെ ഡേറ്റ് ആയ കേസുകളാണ്. മറിച്ച് അത് കേടുവരുത്തരുത്. ഇത് വെറുതെ കിട്ടിയാലേ, ഇവിടെ തന്നതല്ലേ. കിടക്കട്ടെ. പെരക്കാത്തൊക്കെ വെള്ളം കയറിയാ? പെരക്കാത്തൊക്കെ വെള്ളം കയറിയാന്ന്? വെള്ളമൊന്നും കയറിയിട്ടില്ല. അത് ശരി. അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ വന്നത്? ആനുകൂല്യം മേടിച്ചെടുക്കാല്ല. ചേട്ടാ, ഈ കണ്ട ആളുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് വന്ന് ഇവിടെ കിടക്കണത്. അതിനെന്താണ്? നിങ്ങൾക്ക് ഈ ആനുകൂല്യം മേടിക്കാൻ ഇവിടെ വന്നത് കഷ്ടമുണ്ടട്ടാ. അത് മരുമോള് പറഞ്ഞു ഇവിടെ വന്ന് കിടന്നോന്ന്. അത് ശരി. ആ മരുമോള് പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ഈ ബാഗ് എന്തിനാണ്? ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാല്ല. ചെരുപ്പാടിയിൽ എടുത്തോണ്ട് പോവോ? ഇല്ല അല്ലേ? ഇതൊക്കെ തന്നെയാണ് വെള്ളം എണ്ണാക്കിലോട്ട് കയറണത്. ഇത് വൈഫാണ്. ആളുണ്ടായിന് കിടന്നോ? അതെ, ആള് കടിപ്പല്ലോ. വൈഫാണ് അല്ലേ? വൈഫാണ്. എന്നാ മാറ്റണ? അല്ല വേണ്ട, എന്നാ കിടക്ക്. അവിടെ പോയിരുന്നോളൂ കേട്ടോ. വരി, അടുത്തോളം വരി. എന്താ പേരെന്താ? മാത്യു. ഏതാ പാട്? ഇതാ അവിടെ ചെല്ലി കേട്ടോ. എല്ലാരും ഉണ്ട് അവിടെ. രാഘവേട്ടാ ഒരു വരി, ഒറ്റ മിനിറ്റ്. ആ അതെ, ചായയും ഇതൊക്കെ എല്ലാവർക്കും തികഞ്ഞിക്കണം. എല്ലാവർക്കും കൂടുതൽ ചായയും വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കും. നമ്മളെ സദാനന്ദന്റെ പീടിയെന്ന് കുറച്ച് നേന്ത്രപ്പഴം തരാറിരിക്കണം. ഒരു 4 നമ്മളെ കൊല ഇവിടുത്തെ സാധാരണ അത് വീട്ട് പഠിച്ചിട്ടുണ്ടോളി. രാത്രി കുട്ടികൾക്ക് കൊടുക്കാം. വേഗം വരണേ. എന്താ പേരെന്താണ്? വർഗീസ്. വയസ്സ് എത്രയാണ്? 73. ശരി, അവിടെ വരും. നെക്സ്റ്റ് വെരി. എന്താ ഇങ്ങനെ ഒരു കോലത്തില്? ഒന്നും പറയാണ്ടൊക്കെ സാറേ.
വെള്ളമല്ലേ സർവത്ര വെള്ളമല്ലേ എന്ന് പറയണ്ട. വെള്ളം കയറിച്ച ചേതിക്കെല്ലാം നല്ല വെള്ളം ഉണ്ടായിനി. അപ്പൊ ഞാൻ അത്ര വിചാരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ കേറുന്നു. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ പറയുന്നത് അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോകണം, അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോകണം, അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോകണം. ഞാൻ വാടക കേൾക്കുന്നവൻ പോകേണ്ട ആവശ്യമില്ല, അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോണ്ട്. ഞാൻ അവിടെ തന്നെ കിടന്നു. ഏശ കഴിച്ചിട്ടുണ്ടായി. പിന്നെ മഴ വെള്ളം കാണുമ്പോൾ കഴിക്കണം എനിക്ക്. അപ്പൊ എന്ന് വെച്ചാല് ഏശ ഏത് രാത്രിയല്ല നല്ല മൂക്കറ്റം കുടിച്ച എന്റെ കഴുത്തറ്റം വെള്ളം നിൽക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല. ആരല്ലോ വന്നിട്ട് പിള്ളമാർ അപ്പുറത്തെ ചെക്കന്മാരെ കൊണ്ടുപോയിട്ട് ഈ ക്യാമ്പിൽ കടത്തി. വരുമ്പോ കുപ്പായി എല്ലാം നനഞ്ഞ് ചാണ്ടായി പോയില്ലേ, എന്തൊക്കെ ഇടാൻ വേണ്ടേ. അവസാനം ആടുന്ന് എന്തല്ലോ അപ്പൊ പിടിയും വരും. പെട്ടെന്ന് കിട്ടിയത് ജസ്റ്റ് മിസ്സായി പോയി. അതിന്റെ ആയിട്ട് വേറെ സാധനം ആരോ കൊണ്ടുപോയി. സാധനം കിട്ടിയത് അല്ല ഒരു കണക്ക് നന്നായി. ഒരു ചൊറയുണ്ട ഉള്ളെന്താ കൂട്ടണ ഒറ്റ സാധനം കൊണ്ടിട്ടാ മതി. അല്ലപ്പോ മോനും ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ? എന്റെ മോന്റെ കാര്യം അതൊന്നും പറയാണ്ടിരിക്കുന്നല്ലേ. കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടായി, ഇക്കൊല്ലം ലാഭം കിട്ടി. മോനെയോ? മോനെ കിട്ടി. അങ്ങനെ കിട്ടിയല്ല, കഴിഞ്ഞ പ്രളയത്തിൽ എന്റെ ഭാര്യനും ചെക്കനെയും രക്ഷിക്കാൻ വേണ്ടി ആരോ വന്നിട്ട് ചങ്ങായി ഓന്റെ ഒപ്പം രണ്ടാളും പോയി. അല്ല ഈ പ്രളയത്തിന് കിട്ടി. ചെക്കനിട്ട് പെരങ്ങി എന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പൊ അപ്പുറത്ത് പിടിച്ചോണ്ടെന്ന്. അല്ല എന്നിട്ട് ഭാര്യനെ കണ്ടില്ല? ഭാര്യ ഇടങ്ങ് ഉണ്ടാവണല്ലോ, കാരണം മൊത്തം പ്രളയാന്നല്ലോ. ഈടെ ഇടങ്ങ് ഉണ്ടാവും. ശാന്തമേനെ വിളിച്ച മോനെ, ശാന്തമേനെ വിളിച്ചേ. ഏടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിവരം പറയണം. ഇവിടെ രജിസ്ട്രേഷൻ വന്നാൽ ഞാൻ അറിയിക്കാം. നിങ്ങൾ എങ്ങനെ ഇറക്കി? ഞാൻ മൂലക്ക് ഉണ്ടാവും, എവിടെ ഉണ്ടാവും. വരും, ഓള് വരും. പേര് ഉണ്ണി. വാടേതാ? വാട 4. അങ്ങോട്ട് പോയിരിക്കേ. മോനെ അവിടെ പഴമൊക്കെ ഉണ്ട്, പഴം ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്ത് കൊടുക്കും കേട്ടോ. വേറെ എന്തെങ്കിലും സാധനം വരും, പായപ്പ കൊണ്ടുവരും, പായ വരും. അവിടെ പോയിരുന്നോളി. നമസ്കാരം. ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ചായ ഒന്നും വേണം, ഇവിടെ നിന്ന് ചായ മതി വിചാരിക്കണത്. കച്ചോളി കച്ചോളി ഇവിടെ തന്നപ്പോഴൊക്കെ ഞാൻ നേരത്തെ തന്നില്ലേ? അല്ല ഞാനേ എന്തൊക്കെയാ പ്രാവശ്യം ഇതപ്പൊ കുറെ മുറുക്കും ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ഉണ്ട്. അപ്പൊ സ്വനത്തിന്റെ സ്വനം കലാവേദിയും പിന്നെ ആക്സിന്റെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ഒരു വണ്ടിയിൽ സാധനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അപ്പുറത്തെ അറ്റത്തേക്ക് എപ്പോഴും കിട്ടില്ല, ഒക്കെ ഇവിടെ വിതരണം ചെയ്തവർ പോലെ. അപ്പൊ അവർക്ക് കൊടുക്കാച്ചിട്ടാ. ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾ ഓടി അടക്കണ്ടല്ലോ വലിയ. ഹലോ ഇപ്പൊ ഈ സാധനങ്ങള് നമ്മക്ക് തന്നത് നമ്മളെ വടക്കാഞ്ചേരി ആക്സിന്റെ പ്രവർത്തകരാ. എല്ലാവരും ഒരാളും മോശമല്ല പ്രവർത്തനങ്ങൾക്ക്. അത്ര ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. പടച്ച റബ്ബ് അവർക്കൊക്കെ നല്ലത് വരുത്തട്ടെ. ഒന്നും പറയണ്ടല്ലോ പൊന്നാര മക്കളെ. ഞാൻ എന്റെ മോൻ ഗൾഫിലായിരുന്നു. ഞാൻ പറഞ്ഞു തറവാട്ടിൽ വീട് വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് തീരെ പറ്റണില്ല. അവിടെ വേണ്ട, പുഴയുടെ തീർത്ത് വേണം, പുഴയുടെ കാറ്റൊക്കെ കൊണ്ട് പുഴയുടെ തീർത്ത് വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി പെര വെച്ച് കേൾക്കണം. അവിടെ പെര വെച്ചതാ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ പാടെ പുഴയുടെ കാറ്റല്ല, പുഴ അടക്കം പെരയുടെ ഉള്ളിൽ കൂടെ പോയായിരുന്നു. ഇങ്ങനെ വെള്ളം കയറിനോടത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുന്നിന്റെ മുകളിൽ പോയി പെര വെച്ച്. എന്നാ ഇവിടെ നല്ല സൈറ്റാണ്, ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ പുഴ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയേൽക്കും വന്ന് ഒരാൾക്ക് പറഞ്ഞിരുന്നത് നമ്മളോട്. ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പുഴയെന്ന് മണൽ പോരരുത്, പുഴയെന്ന് മണൽ പോരുത്, ഭയങ്കര അപകടമാണ്, പുഴയെന്ന് മണൽ പോരരുത്, എല്ലാവരും ഇനി പാറപ്പൊടി ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞ് കോറിക്കാർക്ക് കായ് ഉണ്ടാക്കാനേ എന്തിനാവട്ടെ. അതൊക്കെ പാടം ഉണ്ടായിരുന്ന കുന്നുമത്തെ പാറൊക്കെ പൊടിച്ച് വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ആ കുന്നും മലൊക്കെ പാടം ഒളിച്ചിറങ്ങി പുഴയിൽക്കും വന്ന്. ഇപ്പൊ പറയുന്നത് ആ പുഴയെന്ന് മണൽ കോരെ, ആളല്ല മണൽ കോരെ. എന്താ ഈ ജാതി സാധനങ്ങളൊക്കെ ചെയ്യാൻ നമ്മള് എന്തെന്നാ പറയാ. മറ്റേ മീൻ മുള്ള വന്നിട്ടുണ്ടോ? എന്താ പേരെന്താ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ പാർട്ടി ABCD പാർട്ടിയുടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതാവ് മന്മഥൻ. എത്ര വയസ്സ്? എത്രയാ വയസ്സ്? 48. ഏതാ വാർഡ് പേരുന്നു? വാർഡ് 12. അടുത്തുള്ള പേരെന്താ? അടുത്തുള്ള പേര് പൊടിമോൾ. മോളോ? എവിടെ മോളെ കാണില്ലല്ലോ. അല്ല ഞാനാണ്. ഇതാ പൊടിമോള്. നിങ്ങളെ പേരാ? അച്ഛൻ ഇവളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് പൊടിമോളെന്നാ, പിന്നെ ആ പേര് തന്നെ ഇട്ടു. അങ്ങനെ പറ്റിയ പേരാ. പൊടിമോൾക്ക് എത്രയാ പ്രായം? 40. പിന്നെ
കഴിക്കാൻ ഭക്ഷണമൊക്കെ ഇവിടെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഇവിടാണോ? ഇവിടെ തന്നെ കിട്ടും. ഈ രാത്രി കഴിക്കാൻ ഓട്സിന്റെ പുട്ട് കിട്ടൂലേ? ഓട്സിന്റെ ചേട്ടൻ അതേ കഴിക്കാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞു. അതെ അതെ, ഓട്സ് പുട്ട് ഷുഗർ ഉണ്ടേ? ഓട്സിന്റെ ഒന്നും ഇവിടെ കിട്ടൂല കേട്ടോ. കിട്ടൂലേ? ഇവിടെ ക്യാമ്പിൽ ഒരു ഭക്ഷണമുള്ളൂ, അത് കഴിക്കാന്നല്ലാണ്ട്. ചിലപ്പോ ഗോതമ്പിന്റെ പുട്ട് കിട്ടും, അത് കിട്ടിയാ കിട്ടി. ഓരോന്ന് ശീലിച്ചു പോയാ. കുഴപ്പമില്ല. ചേട്ടാ ഈ കുറച്ചുകൂടെ കൾച്ചർ ഉള്ളവർ താമസിക്കുന്ന ഒരു ക്യാമ്പ്. കൾച്ചറോ? എന്താ ഉദ്ദേശങ്ങള്? അല്ല, ഈ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടോ? അല്ല, നിങ്ങൾ ഇവിടെ സെമിനാറിന് വന്നാ? ഇത് ദുരിതാശ്വാസ ക്യാമ്പാ. അത് വേറെ ചോദിച്ചല്ല. അവൾക്ക് അതെ, നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ക്യാമ്പ് ഉണ്ട്, അവിടെ പോയിക്കോട്ടെ. അതെവിടെയാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ പോകേണ്ടി വരും. 13 കിലോമീറ്റർ പോകണം. വെള്ളം താണ്ടി പോകണം, അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളി. വീട്ടില് മണ്ണ് 2 ആൾ പൊക്കത്തിൽ മണ്ണ് മൂടി റൂമിലെല്ലാം വെള്ളം കയറിയിട്ട് പറ്റില്ല, അവിടെ പറ്റില്ല. പിന്നെ ഇവിടെ നിവൃത്തിയുള്ളൂ അല്ലേ? ഇവിടെയൊക്കെ മനുഷ്യന്മാരാണ്. ഒതുങ്ങിയ ഏരിയ സ്പേസ് ഒന്നും ഇല്ല അല്ലേ? അകത്തേക്കൊന്ന് പോയി നോക്കി, അകത്ത് കുറച്ച് തിരക്ക് കുറവുണ്ട്. എങ്ങനെയെങ്കിലും ഓട്സ് പുട്ടൊന്ന് ഒപ്പിച്ച് തന്ന നോക്കാം. നിനക്കൊന്നും അറിഞ്ഞൂടല്ലടാ. എന്താടാ മന്മത രാവിലെ അയൽവക്കക്കാർക്ക് താമസിക്കണ്ടേ ഇത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മീൻ തിന്നിട്ട് എന്തിനാ ഇവിടെ മുള്ളിട്ട? എടാ ഞാൻ എന്തിനാണ് അവിടെ മുള്ളിയിരുന്നത്? ഇവിടെ ആവശ്യത്തിന് ബാത്റൂം ഇല്ലേ? എടാ വായി നോക്കി, അതല്ല. നീ മീൻ തിന്നാ മീനിന്റെ മുള്ള അവിടെ എവിടെയെങ്കിലും കളയണം, അല്ലെങ്കിൽ മുള്ളില്ലാത്ത മീൻ വാങ്ങിക്കണം. മീനും കഴിച്ചിട്ട് മുള്ള എന്റെ പറമ്പിലിട്ട എന്തിനാ? മണ്ടു മീമുള്ള ഇവിടെ ഒന്ന് പുളിഞ്ചാറ് കൂട്ടിയിട്ട് മാസം 3 കാക്കനോട് പോയി ചോദിക്കടാ. എന്നിട്ട് വേണം ഇനി നിനക്ക് മീൻ തരണം. മമ്മദ് കാക്കനെ വായിരിക്കണം കൂടെ ഞാൻ കേൾക്കാൻ. എടാ ആ കാക്കയല്ലടാ, കാക്ക പറവ. അവിടെ കൊക്കുമുട്ടിയുടെ തലയിട്ടോണ്ട് ഒരു നിപ്പുണ്ടല്ലോ, അവളോട് സമാധാനം പറയാൻ പറ. അയ്യോ ഒന്ന് കാണട്ടെ, വൃത്തിയും തന്നെയുള്ളതിനെ ഒന്ന് കാണട്ടെ. ഞാൻ എത്തിയേ. നിനക്ക് അസൂയാണ്, അസൂയ. എവിടെ ഇത്തിരി ഒരുങ്ങി കെട്ടി നടക്കണം, നിനക്ക് അസൂയാണ്. മുഖത്ത് കുറെ വാരി തേച്ചതേ കൂളിംഗ് ഗ്ലാസ് തലയിൽ വെച്ച് ഇറങ്ങിയേക്കണം. ഇംഗ്ലീഷ് പറയണ്ടേ? അവൾ ഇനി ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി പറയൂടി. പറയൂടി, നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടടി എന്റെ അടുത്ത് സംസാരിക്കാൻ? എടാ മന്മത, നീ 1 ഏക്കർ മുഴുവൻ മതില് കെട്ടിയിട്ടെ അവിടെ പെയ്യണ പെയ്ത്ത് വെള്ളം മുഴുവൻ എന്റെ പുരയിടത്തിലേക്കല്ലടാ ഒഴുക്കണത്. പിന്നെ ആരുടെ പുരയിടാ? നിന്റെ പുരയിടാവണത്. നിനക്കറിയാമോ ഈ പുരയിടം നിനക്ക് എങ്ങനെ വന്നെന്ന്? എടി എന്റെ പാവം പപ്പ എവന്റെ അഴുക്ക പേട്ട് തന്ത സോപ്പിട്ട് കള്ളു കൊടുത്തിട്ട് എവൻ എഴുതി മേടിച്ചത്. നീയും നിന്റെ അപ്പനും കൂടെ തിന്ന് നെയ്മുറ്റി അതിന്റെ അകത്തിരിക്കുമ്പേ എന്റെ ഡാഡിയാടെ ഈ കാടൊക്കെ വെട്ടിത്തിളച്ച് പറമ്പാക്കിയ കുടിയടപ്പല്ലടാ, നിന്റെ ഡാഡി ഇവിടെ പണി ചെയ്തെങ്കിൽ അതിന്റെ കാശും കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് പോരാ പ്രാന്താ, പൊരിച്ചാക്കിനെ വിളിച്ചോണ്ട് അകത്ത് സംസാരിച്ചില്ല. ഒരു മീന്റെ മുള്ള്, അതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഒരു ഇത്തിരി അയക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് വരണ്ട, അതാണ് എന്റെ പ്രശ്നം. അതേ, ഒരു മഴവെള്ളപ്പാച്ചലിൽ അങ്ങോട്ട് ഒലിച്ചു പോകാനുള്ള നമ്മുടെ ജീവിതം ഒന്നും മനസ്സിലാക്കിയവരല്ല നിങ്ങളിപ്പോ. എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ എത്ര അടുത്തടുത്തിരുന്നിട്ട് ശ്വാസം മുട്ടണത്? നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ സ്ഥിതിയൊക്കെ? ആ ഇടയിലിരിക്കണ ബക്കറ്റ് ഉണ്ടല്ലോ, ഇതൊന്നങ്ങോട്ട് മാറ്റി വെക്ക്, ഒന്നങ്ങോട്ട് മാറ്റി വെക്ക്. അന്റെ ആ പച്ചക്കുളം ഇങ്ങോട്ട് നീക്കി വെക്ക്. അതാരെയാണ്? അന്ന് അങ്ങോട്ട് തന്നെ നീക്കി വെച്ചോളാം. നിങ്ങൾ രണ്ടാളൊന്ന് കയ്യോർത്തെ, ഒന്ന് കാണട്ടെ. അല്ല, നിങ്ങൾക്ക് കാലാകാലം ഒരു മഴവെള്ളം ഉപദ്രവിക്കില്ല, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ വേണ്ടാത്ത. അതല്ല, ഏത് നിമിഷവും തീരാവുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയ്യോർത്താളി. ആ അങ്ങോട്ട് കോളത്തടോ, ഇത്ര ഉള്ളോ സംഗതി കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ നിമിഷം സന്തോഷത്തിന് ജീവിക്കുക. എന്തിനാ നമ്മൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞിട്ട്?